നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത കാലത്ത് SCO സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പോയപ്പോഴാണ് ഈ കാർ ഡിപ്ലോമസിക്ക് തുടക്കം കുറിക്കുന്നത്. അതായത് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം സമ്മേളന പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യപരിപാടികൾ കഴിഞ്ഞു പുറത്ത് നരേന്ദ്രമോദിയുടെ കാര്യപരിപാടികൾ കഴിയുന്നത് വരെ കാത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിലാണ് കാത്തിരുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്ക് വരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അതീവ സുരക്ഷയുള്ള കാറിലാണ് പിന്നീട് അവിടെ നിന്നും നരേന്ദ്രമോദി അടുത്ത സമ്മേളന സ്ഥലത്തിലേക്ക് യാത്ര ചെയ്തത്. ഈ യാത്രയ്ക്ക് ശേഷം ഒരു 10-15 മിനിറ്റ് ദൈർഘ്യമെടുക്കുന്ന ഈ യാത്ര, ആ യാത്രയ്ക്കൊടുവിൽ ആ യാത്ര അവസാനിച്ചിട്ടും ഈ കാറിൽ ഇരു നേതാക്കളും ഏതാണ്ട് അരമണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചു എന്നത് അന്ന് തന്നെ വാർത്തയായതാണ്. അത് പിന്നീട് വീണ്ടും വലിയ വാർത്തയാകുന്നു. അതായത് ഈ കാറിനുള്ളിൽ നടന്ന ചർച്ച അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായ ഒരു ചർച്ചയാണ്. പ്രധാനമന്ത്രി മോദിയെ വധിക്കാൻ പലരും പദ്ധതി ഇട്ടിരുന്നുവെന്നും ആ പദ്ധതി റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചുവെന്നും അത് ഈ കാറിൽ നടന്ന ചർച്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദിയെ അറിയിച്ചുവെന്നും പിന്നീട് ആ അപകടം ഒഴിവായി എന്നുമൊക്കെയാണ് പിന്നീട് പല വ്യാഖ്യാനങ്ങളും വന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കാർ ഡിപ്ലോമസി അന്ന് വലിയ രീതിയിൽ ചർച്ചയായതാണ്. പിന്നീട് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും ഉപയോഗിക്കാറുള്ള ആ കാർ ഉപേക്ഷിച്ച് പുതിയൊരു വെള്ള കാറിൽ യാത്ര ചെയ്യുകയും ആ കാറിൽ റഷ്യൻ പ്രസിഡന്റിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സത്യത്തിൽ സാധാരണഗതിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിലും യാത്ര ചെയ്യാറില്ല. പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ നരേന്ദ്രമോദിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാറിലാണ് യാത്ര ചെയ്തത്. അതീവ സുരക്ഷയുള്ളതും റഷ്യൻ പ്രസിഡന്റിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതുമായ അദ്ദേഹത്തിൻ്റെ ആ ആഡംബര വാഹനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തെ പിന്തുടരുകയാണ് ചെയ്തത് എന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. ഇപ്പോഴിതാ 3 രാജ്യങ്ങളിലേക്കുള്ള വിദേശയാത്ര, ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ 3 രാജ്യങ്ങൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഡിസംബർ 15-നാണ് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടത്. അദ്ദേഹം ജോർദാനിൽ എത്തിയപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തെ സ്വീകരിച്ചത് അവിടുത്തെ കിരീടാവകാശിയാണ്. ആ രാജ്യത്തിൻ്റെ കിരീടാവകാശിയാണ്, രാജകുമാരനാണ്. അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ കാർ ഡ്രൈവ് ചെയ്യുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ കാറിൽ കൊണ്ട് ഹോട്ടലിലേക്ക് പോവുകയും ചെയ്തു എന്നതാണ് കഴിഞ്ഞ ദിവസം വാർത്തയായ ഒരു വലിയ കാര്യം. സമാനമായ രീതിയിൽ തന്നെ എത്യോപ്യയിലെത്തുന്ന പ്രധാനമന്ത്രിക്കും അതുപോലെ ഒരു സ്വീകരണം തന്നെ ലഭിക്കുന്നു. എത്യോപ്യൻ പ്രധാനമന്ത്രി സ്വയം വണ്ടി ഓടിച്ചു വരികയും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ കാറിൽ കയറ്റി ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്കുള്ള മാർഗമധ്യേ മുൻ നിശ്ചയിക്കാത്ത 2 ഇടങ്ങളിൽ ഇറങ്ങുകയും ഇവിടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തു. അവിടുത്തെ പല കാര്യങ്ങളും അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കാട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്ന വാർത്തയും നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ കാർ ഡിപ്ലോമസി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ തീർച്ചയായും എല്ലാ പ്രാവശ്യവും ചർച്ചയാകേണ്ടതുണ്ട്. ഇത്തവണയും ജോർദാനിലും അതുപോലെ തന്നെ എത്യോപ്യയിലും വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ജോർദാൻ ആ ബന്ധം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളടക്കം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള വളരെ നിർണായകമായ ചർച്ചയാണ് നടന്നത്. എത്യോപ്യ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. 15 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ടാണ് എത്യോപ്യയിലെത്തുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം സന്ദർശിക്കുന്ന 3ാമത്തെ ആഫ്രിക്കൻ രാജ്യവുമാണ് എത്യോപ്യ. എത്യോപ്യ ഈ ഏറ്റവും അടുത്ത കാലത്ത് ബ്രിക്സിലേക്ക് വന്ന ഒരു രാജ്യമാണ്. എത്യോപ്യയെ ബ്രിക്സിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ നടത്തിയ ശ്രമങ്ങൾ അത് വളരെ വിപുലമാണ്. 2026-ൽ ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയുമായിട്ടുള്ള സഹകരണം, നയതന്ത്ര ബന്ധം ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഈ ഒരു സന്ദർശനം അത് വളരെ നിർണായകമാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. മാത്രമല്ല, ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവായി ഇന്ത്യ മാറുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർശനം, ഏറ്റവും നിർണായകമായ സന്ദർശനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഒമാനുമായും അദ്ദേഹം സന്ദർശനം നടത്തും. ഒമാനിൽ ഇന്നും നാളെയും പ്രധാനമന്ത്രി അവിടെ ഉണ്ടാകും. നിർണായകമായ ചർച്ചകളാണ് ഒമാനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുക. എന്തായാലും 3 രാജ്യങ്ങളിലേക്കുള്ള നിർണായകമായ ഒരു സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴുള്ളത്. 2 രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒമാൻ സന്ദർശനം ആരംഭിക്കും. ഈ 2 രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ കാർ ഡിപ്ലോമസി പ്രകടമായിരുന്നു. ഒമാനിൽ ഇനി എന്താണ് പ്രത്യേകത എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും
ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. എത്ര ചെറിയ രാജ്യത്തിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്തിയാലും ഇത്തരത്തിലുള്ള വാർത്താ പ്രാധാന്യം അത് വളരെയധികം ലഭിക്കുകയാണ്. ലോക മാധ്യമങ്ങളെല്ലാം തന്നെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ നരേന്ദ്രമോദിയുടെ ഈ കാർ ഡിപ്ലോമസിയെ, നരേന്ദ്രമോദിക്ക് ജോർദാനിലും അതുപോലെ തന്നെ എത്യോപ്യയിലും ലഭിച്ച സ്വീകരണത്തെക്കുറിച്ച്, എത്യോപ്യയിൽ അദ്ദേഹത്തിന് ആ രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി കൂടി ലഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒട്ടനവധി രാജ്യങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നുകൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. എന്തായാലും നിർണായകമായ വിദേശ സന്ദർശനങ്ങൾ പുരോഗമിക്കുകയാണ്. ജോർദാനിലും അതുപോലെ തന്നെ എത്യോപ്യയിലും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കടന്നുപോയത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.